ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. വിഷ് കെയറിന്റെ നിയാസിനമൈഡ് ആൻഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് വന്ന് SPF 50 ഉണ്ട്, PF4+ ഉണ്ട് കേട്ടോ. ഇവർ പറയുന്നത് നമ്മുടെ ഓയിൽ ബാലൻസ് ചെയ്യും, നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓയിലൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് നിയാസിനമൈഡ് ആണ്, പിന്നെ ഓട്സ് എക്സ്ട്രാക്റ്റും പിന്നെ സെറാമൈഡും ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സെറാമൈഡിനെ കുറിച്ച് അറിയാമല്ലോ. സെറാമൈഡ് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് ഏജ് മുന്നോട്ട് പോകുന്തോറും സെറാമൈഡ് അടങ്ങിയ സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്തി തരും. ഇതിൽ ഇവർ പറയുന്നത് ഓയിൽ ബാലൻസ് ചെയ്യും, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ആൻഡ് മാറ്റി എന്നൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു മാറ്റി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇടുമ്പോഴത്തേക്ക് ഒരു ഓയിൽ പോലെ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഓയിൽ പോലെ തോന്നിയാലും അപ്പം തന്നെ അത് മാറ്റിയായിട്ട് മാറുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഇത് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സൺസ്ക്രീനും പോലെ 4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണം. പിന്നെ ഇതിന്റെ ടെസ്റ്റർ വന്ന് ഒരു ഫ്ലൂയിഡ് ടെസ്റ്റർ ആണ്. ഇവർ ഇതിൽ പറയുന്ന പോലെ തന്നെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. കണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ വാട്ടറി ആയിട്ട് തോന്നും. ഞാൻ ഇത് റിവ്യൂ ഒക്കെ കണ്ടു വാങ്ങിയതാട്ടോ. അപ്പൊ ഇതിന്റെ ടെസ്റ്റർ കണ്ടപ്പം ഒരു ഫ്ലൂയിഡ് ടെസ്റ്റർ ആണ്, ഇത് പറയുന്ന പോലെ തന്നെ വാട്ടറി ടെസ്റ്റർ ആണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ഡ്രൈ സ്കിന്നൊക്കെ പറ്റുള്ളൂ. പിന്നെ റിവ്യൂ ഒക്കെ ഒരുപാട് നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് മാറ്റിയ സൺസ്ക്രീൻ ആണ്. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയതാ. പക്ഷെ വാങ്ങിയപ്പം അതിൽ പറയുന്ന പോലെ തന്നെ മാറ്റിയ സൺസ്ക്രീൻ ആണ്. ടെസ്റ്റർ കണ്ടെങ്കിൽ ഫ്ലൂയി ആയിട്ടിരിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ ഓയിൽ പോലെ തോന്നും. നമ്മൾ ഓർക്കും ഇത് ഓയിലി സൺസ്ക്രീൻ ആയിരിക്കും, അപ്പൊ തന്നെ ഇട്ടപ്പം തന്നെ ഇത് മാറ്റിലേക്ക് മാറും കേട്ടോ. പിന്നെ ഓയിലൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓവറായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല, നല്ല മാറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്ന് 499 രൂപയാണ്. ഞാൻ ഇത് വാങ്ങിയത് 387 രൂപയ്ക്കാണ്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഇത് കിടക്കുന്നത് 399 രൂപയ്ക്കാണ്, അതായത് 400 രൂപയ്ക്ക്. പിന്നെ നൈക്കയിലും പർപ്പിളിലൊക്കെ എപ്പോഴും ഓഫർ നടക്കാറുണ്ടല്ലോ. പിന്നെ നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും ഇത് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിഷ് കെയർ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, നല്ലൊരു ബ്രാൻഡാണ്. ഞാൻ അധികവും സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് വാങ്ങുന്നത് നൈക്ക അല്ലെങ്കിൽ പർപ്പിളിൽ നിന്നാണ് വാങ്ങാറുള്ളത് കേട്ടോ. നൈക്കയിലൊക്കെ പിന്നെ എപ്പോഴും നമുക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓഫറിൽ വന്നപ്പോൾ ഞാൻ 387 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. ഇപ്പം അത് നൈക്കയിൽ ഞാൻ നോക്കിയപ്പോൾ 399 രൂപയ്ക്കാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അറിയാമല്ലോ സൺസ്ക്രീന് അത്യാവശ്യം എല്ലാ സൺസ്ക്രീനും 500 300 രൂപയ്ക്ക് മേളിലായിരിക്കും എല്ലാ സൺസ്ക്രീനും. അപ്പം ആ രീതിയിൽ ഇത് വർത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു സൺസ്ക്രീൻ ആണ്, ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൈറ്റ് വെയിറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. ഇതിന്റെ ടെക്സ്ചർ വന്ന് ഒരു വാട്ടറി ടെക്സ്ചർ ആണേ. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങ് ഒഴുകി പോകും. ബ്ലെൻഡ് ചെയ്യുമ്പം ഇതുണ്ടോ, ഇങ്ങനെ ഒരു വാട്ടറി ആയിട്ടിരിക്കും. നമ്മൾ ഓർക്കും ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഓയിലി ആയിരിക്കും എന്ന്, പക്ഷെ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറ്റിലേക്ക് മാറുവേ. ഇതുണ്ടോ, ഇതൊരു മാറ്റിലേക്ക് മാറും. അപ്പം നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ തീരാറായിട്ടുണ്ടേ. ഈ സൺസ്ക്രീൻ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇതിട്ട് പുറത്ത് പോകാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ തന്നെ ഞാൻ ആദ്യം ഈ ടെസ്റ്റ് കണ്ടപ്പോൾ ആദ്യം ഓർത്തത് ഇത് ഡ്രൈ സ്കിന്നിനോ പറ്റുള്ളൂ, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഡ്രൈ സ്കിന്നായിരിക്കും പറ്റുന്നത്, ഇങ്ങനെ വാട്ടറി ആയിട്ട് പോകില്ല അങ്ങനെ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്കും പറ്റും ഇത്. ഇടുമ്പോഴത്തേക്കും ഇതൊരു വാട്ടറി ആയിട്ട് നമുക്ക് തോന്നിയാലും ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരു മാറ്റിലേക്ക് തന്നെ മാറുകയും ചെയ്യും. പ്രോബ്ലം ഒന്നുമില്ല ഈ സൺസ്ക്രീൻ കൊണ്ട്. ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്തിട്ട്.
ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ജെന്യൂൻ റിവ്യൂ ഇവിടെ പറയുന്നത് ഉണ്ട്. SPF50 ഉള്ളതുകൊണ്ട് തന്നെ PA4+ ഉണ്ട്. അപ്പൊ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകാറുണ്ട്. പിന്നെ എല്ലാ സൺസ്ക്രീനും പോലെ തന്നെ 4 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യണം കേട്ടോ, അത് മസ്റ്റാ. SPF50 ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ PA4+ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെയ്യുന്നത് ജെന്യൂൻ റിവ്യൂ ആണ്. ഇവരിതിൽ പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം, എല്ലാ ടോണുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇവരിതിൽ പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ബേസിൽ ഞാൻ കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ സ്കിന്നിന് ഉപയോഗിക്കാം. പിന്നെ ഇത് യൂസ് ആക്കാൻ പറ്റുന്നത് ഓയിലി സ്കിന്നിന് പറ്റും, നോർമൽ സ്കിന്നിന് പറ്റും, ഡ്രൈ സ്കിന്നിനും കുഴപ്പമില്ലാതെ പോകും. പിന്നെ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിച്ചാൽ പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ, കാരണം ഇത് മാറ്റിലേക്ക് പോകില്ല, അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് നിൽക്കും. എക്സ്ട്രാ ഡ്രൈ സ്കിന്നുകാർ ഇത് യൂസ് ആക്കണ്ട. പിന്നെ സാധാ ഒരുപാട് ഡ്രൈ അല്ലാത്ത സാധാ നോർമൽ ഡ്രൈ സ്കിന്നില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റും കേട്ടോ, അല്ലാതെ എക്സ്ട്രാ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് യൂസ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെന്യൂൻ റിവ്യൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.